BJPയുടെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ, ഈ സ്ത്രീ ATM കാർഡ് കളഞ്ഞു കിട്ടിയെന്ന് അതിൻ്റെ പിന്നിൽ എഴുതിയിട്ടുള്ള നമ്പർ നോക്കി 10-25,000 റുപ്യ അടിച്ചെടുത്തു എന്നാണ് പറയണത്. നന്നായുള്ളൂ, ഞാനതാ പറയുന്നത്. കാരണം കൂടുതൽ വലിയ കളവ് നടത്തുന്നതിന് മുമ്പ് ചെറിയ കളവിൽ തന്നെ പിടിച്ചല്ലോ. ഇവരൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഒരുപാട് കക്കലുകൾ ഇനിയും ഉണ്ടാവുമായിരുന്നു. അതെന്തായാലും ദൈവം സഹായിച്ചിട്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അവരെ പുറത്താക്കി, പാർട്ടി പുറത്താക്കി, അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ജനങ്ങളെ സേവിക്കാനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ജനങ്ങളെ സേവിച്ചോട്ടെ, സേവിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ജനങ്ങളെ കൊള്ളടിക്കാനുള്ളതാവരുത് രാഷ്ട്രീയം, അല്ലെങ്കിൽ കട്ടുമുടിക്കാനുള്ളതാവരുത് രാഷ്ട്രീയം. ഈ സ്ത്രീ ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അത് ആ സ്ത്രീയുടെ കുടുംബത്തെ വരെ അത് ബാധിച്ചില്ലേ എന്ന് ആലോചിച്ചു. മക്കൾക്ക്, ഭർത്താവിന്, അമ്മയ്ക്ക്, അച്ഛന്, എല്ലാവർക്കും അത് ബാധിച്ചില്ലേ? ഒരു സാധാരണ വ്യക്തിയായിരുന്നെങ്കിൽ ഇത്രത്തോളം ഈ വിഷയം കത്തില്ലായിരുന്നു. ഇതൊരു പാർട്ടിയുടെ പ്രവർത്തകയായിരുന്നത് കൊണ്ടാണ് ഇത്രത്തോളം സ്ട്രോങ് ആയത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങള്. പാർട്ടി അവരെ പുറത്താക്കി, മാതൃക കാണിച്ചു. അതൊക്കെ പാർട്ടിക്ക് ഇപ്പോൾ അങ്ങനെ ഏത് പാർട്ടിയായാലും ശരി, തെറ്റ് ചെയ്യുന്നവരെ കൂടെ കൊണ്ടു നടക്കരുത്, ഒഴിവായിക്കോണം. തെറ്റ് ചെയ്തിട്ടും കൂടെ നിർത്തരുത്. അങ്ങനെ ചെയ്യുന്ന പാർട്ടിക്കാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പറയണത്, അങ്ങനെ ചെയ്യരുത് നിങ്ങൾ. ഇതിന് നിങ്ങൾ BJP മാതൃകയാക്കുക. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ, അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് ഒരാളെ പാർട്ടി തുടരിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇനി എത്ര വോട്ട് സ്വാധീനം ഉണ്ടെങ്കിലും ശരി, കളയണം. അവരെ പോലത്തെ ആളുകളൊക്കെ കളയണം. കളഞ്ഞാലേ നന്നാവുള്ളൂ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കറ കളഞ്ഞവരായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ. അപ്പം നമ്മൾ പല പാർട്ടികളിലും കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ പല കേസപ്പെട്ട ആൾക്കാരൊക്കെ വീണ്ടും പ്രവർത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. അവരെ പോലുള്ള ആളുകൾ നിങ്ങൾ ഒഴിവാക്കണം. ഇങ്ങനെ വല്ല തെറ്റും ചെയ്യുന്നവരെ ഒരു നിമിഷം പോലും ഏത് പാർട്ടിയിലും വെച്ചേക്കരുത്. ഞാൻ അഭിപ്രായക്കാരനാണ്. എനിക്കത് വളരെ സന്തോഷം. അറിഞ്ഞല്ലോ, നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലേ, എല്ലാവരും അറിഞ്ഞു. ഇപ്പോൾ 15,000 കട്ടേൻ്റെ സുഖം കിട്ടുന്നുണ്ടാവില്ലേ? മനസ്സിലായ? നിവർത്തികേടാന്നൊക്കെ പറയും. എന്ത് നിവർത്തികേട്? പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടല്ലോ ആ സ്ത്രീക്ക്, കണ്ടറിഞ്ഞൂടെ? ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകാൻ പോയാൽ കിട്ടൂലേ മാസം 10,000 റുപ്യ? എന്ത് നിവർത്തികേടാണ്? നിവർത്തികേടൊന്നല്ല, നിങ്ങളുടെ മടിയാണ് നിങ്ങൾക്ക് നിവർത്തികേട്. അധ്വാനിക്കാൻ നിങ്ങൾ കാണിക്കുന്ന മടിയാണ് നിങ്ങളുടെ ഈ പറയുന്ന പോലെയുള്ള ഈ ഗതികേട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിവർത്തികേട് കൊണ്ട് എടുത്താന്നൊക്കെ പറയുന്നത്. ഒരു നിവർത്തികേടും ഇവിടല്ല. ജോലിയൊക്കെ കിട്ടും മാന്യമായിട്ട് തന്നെ. അത് നിങ്ങൾ അഹങ്കരിക്കുകയാണ്. നിങ്ങൾക്ക് തടി അനങ്ങാൻ വയ്യ. ഇങ്ങനെ കട്ട് തിന്ന് ശീലമായില്ലേ? ഇനിയിപ്പോൾ അധികം കട്ട് തിന്നുണ്ടല്ലോ, നന്നായിപ്പോയി കേട്ടാ, സന്തോഷമായി. നീയൊക്കെ നാറണം, നിന്നെയൊക്കെ നാറ്റിക്കണം. അതന്നെ വേണ്ടത്.